അക്കാലത്ത് ബ്രാഹ്മണ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനോ സംസാരിക്കാനോ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. നാലുകെട്ടിന്റെ അകത്തളങ്ങളിൽ തളച്ചിടപ്പെട്ടതായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ ശ്രീദേവിക്ക് വീട്ടുകാരുടെ സൗമനസ്യം കൊണ്ട് ചില സ്വാതന്ത്ര്യങ്ങൾ കിട്ടി. വീടിന്റെ 4 അതിരുകൾക്കപ്പുറം പുതുലോകത്തേക്ക് ഇറങ്ങിയ പെൺകുട്ടി തനിക്ക് മുന്നിൽ തെളിഞ്ഞ കാഴ്ചകളിൽ നിന്ന് ഭാവമനോഹരമായ കഥകളാണ് കണ്ടെടുത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശാന്ത. ഞങ്ങൾ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുമ്പോഴാണ് ശാന്തയെ കാണുക. ശാന്തയും ഞാനും കൂടി ഇങ്ങനെ കുളിക്കൊന്നുമല്ല, കുളി കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയും. അപ്പോൾ ശാന്തയുടെ ഏട്ടന്മാരൊക്കെ ധാരാളം വായിക്കുക, അവർക്ക് ഈ പുറം ലോകമായിട്ടൊക്കെ നല്ലതുണ്ട്. അപ്പോൾ ശാന്ത എനിക്ക് അവർ കൊണ്ടുതരണ പുസ്തകങ്ങളൊക്കെ കൊണ്ടുതരും. അങ്ങനെ ആ വായന എന്നുള്ളത് ഒരു പ്രധാന അംശമായി ജീവിതത്തിൽ, വായിക്കാതെ വയ്യ എന്നുള്ള ഒരു അംശമായി. അപ്പോൾ അപ്പോഴേക്കും അമ്മ പറഞ്ഞു, വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട, പാട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ അച്ഛൻ അന്വേഷിച്ചിട്ട് ഒരു പാട്ട് ടീച്ചറെ കൊണ്ടുവന്നു. ഈ പയങ്കുളത്ത് KP ശങ്കരൻ്റെയൊക്കെ അമ്മയുടെ സഹപ്രവർത്തകയായിരുന്നു. എന്നിട്ട് പിന്നെ ആ ടീച്ചറാണ്, പാട്ട് ടീച്ചറാണ് എനിക്ക് ഒരു വഴി തിരഞ്ഞ് തന്നിരിക്കണം. അവർ വളരെ വലിയ പഴയ ആളാണ്, സ്കൂളിൽ നിന്ന് പോയിട്ടില്ല, പക്ഷെ നല്ലോണം മനസ്സിലാക്കും മനുഷ്യനെ. എന്നെ ശരിക്കും മനസ്സിലാക്കിയത് അവരാണ് ആദ്യം. ഒരു ദിവസം രാവിലെ ഞാനും ടീച്ചറും കൂടി ഒപ്പമാണ് അമ്പലക്കുളത്തിലേക്ക് കുളിക്കാൻ പോവുക. അപ്പോൾ കുറച്ചൊരു മഴയുണ്ടായിരുന്നു തലേ ദിവസം. അതൊരു വലിയ പ്രധാന സംഭവമായി. അപ്പോൾ ഞാനിങ്ങനെ പിന്നാലെ ഇങ്ങനെ ഒരു വലിയൊരു കുട ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഞാൻ പോവുക. കുട എടുത്തിട്ടേ പോകാൻ പാടില്ല അമ്പലത്തിലേക്ക്, കുട ഇല്ലാണ്ട് പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ ആ കുട ഇങ്ങനെ ചുറ്റി പോകും. അപ്പോൾ ഇവർ ചോദിക്കും, അവൻ എന്തിനാ ഇങ്ങനെ ഒരു കുട പിടിച്ചിരിക്കണമെന്നൊക്കെ ചോദിക്കും. എന്തിനാ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ പിടിച്ച് പോകുമ്പോൾ വഴിയുടെ അപ്പുറത്ത് ഒരു പക്ഷി ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട്. അതിങ്ങനെ ചത്തിട്ട് അതിൻ്റെ എനിക്ക് ഇപ്പോഴും ആ രംഗം ഓർമ്മ വരുന്നുണ്ട്. അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഉറുമ്പൊക്കെ ഇങ്ങനെ വന്നിട്ട് വല്ലാണ്ട് ഒരു ഇത്. ഞാനതിങ്ങനെ നോക്കി നിന്നു കുറേ നേരം. അപ്പോൾ ടീച്ചർ പിന്നാക്കം വന്നിട്ട് എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ എന്തോ ഒരു പോലെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി. ഒന്ന് പകലെയൊക്കെ അത് നല്ലോണം പറന്ന് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി പാട്ട് പാടി നടന്നുണ്ടാവും. ഇപ്പം അത് മരിച്ചില്ലേ, എന്താ എൻ്റെ മരണത്തിന് കാരണം? അങ്ങനെ കുറേ ചോദ്യങ്ങൾ എനിക്ക്. അത് എൻ്റെ ഒരു പ്രധാന ഈ ജീവിതത്തിൻ്റെ ഒരു ഘടകം എന്ന് പറയാം, ഒരു ഘട്ടം എന്ന് പറയാം. അന്നാണ് ഈ ഉമ്മാച്ചുവിലെ മായൻ്റെ മരണം തലേ ദിവസം ഞാൻ വായിച്ചു. അതിൻ്റെ മുമ്പേ പാവങ്ങളിലെ ജൻവാൾജിയൻ്റെ മരണം, അപ്പോഴേക്കും ഞങ്ങളുടെ ഒരു മാഷ മരണം, അങ്ങനെ കുറേ മരണങ്ങളൊക്കെ കൂടി എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഒരു ഇതുണ്ടാക്കി. ഭഗവാൻ ഉണ്ടാക്കി തന്നെയാണ്. അല്ലാണ്ട് അന്ന് രാത്രിയാണ് ഞാൻ ആദ്യത്തെ കഥ ഒരു സീരിയസ് ആയിട്ട് ഒരു കഥ എഴുതിയത്. ആ കഥ എഴുതി ഒരു പ്രാവശ്യം എഴുതി ഞാൻ ടീച്ചർക്ക് കാണിച്ചു കൊടുത്തു. ടീച്ചർ അത് അതിനെപ്പറ്റി മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതിങ്ങനെ കയ്യിൽ വെച്ചു, ഇനി എന്താ വേണ്ടത്. അപ്പോൾ ഞാൻ അതിനന്ന് പേരിട്ടത് യുഗാന്തരങ്ങളിലൂടെ എന്നാണ്. അപ്പോൾ എനിക്കത് എഴുതി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതി കൈ പിടിച്ചു. അപ്പോൾ ശാന്ത പറഞ്ഞു, ഓവനതിങ്ങനെ വെച്ചാൽ, അവരെന്നെ ഓവനെന്നാണ് വിളിക്കുക, ഓവനതിങ്ങനെ വെച്ചാൽ പറ്റില്ല, ഞാൻ ഏട്ടൻ്റെ കൊടുക്കാം, വിശ്വേട്ടൻ നല്ലോണം വായിക്കും, ഞാൻ വിശ്വേട്ടൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് അവർ കൊടുത്തു. അവരാണ് അത് തുഞ്ചത്തെഴുത്തച്ഛൻ മാസികയിൽ അയച്ചത്. ആ കഥ തുഞ്ചത്തെഴുത്തച്ഛൻ ആദ്യം പബ്ലിഷ് ചെയ്ത കഥയാണത്, യുഗാന്തരങ്ങളിലൂടെ. അത് വന്നിട്ട് എന്താണ്, അപ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. എൻ്റെ പത്രാധിപർ രാമൻ നായരായിരുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ പ്രശംസിച്ചിട്ട് ഇല്ലത്ത് വന്നു പറഞ്ഞു, ഈ ശബ്ദം അങ്ങനെ വെറുതെ പോവില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കാണാനൊന്നും പാടില്ല. എന്നിട്ട് ടീച്ചർ എൻ്റെ ഒപ്പം വന്നിട്ട് തൊഴുത്തിൻ്റെ പിന്നിലൊക്കെ കൂടിയൊക്കെ പോയിട്ട് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് വെറുതെ പോവില്ല. എന്നിട്ട് 10 കോപ്പി തന്നു ആ പുസ്തകത്തിൻ്റെ. 10 ഉറുപ്പികയും തന്നു എന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും തോന്നില്ല, തോന്നുന്നുണ്ട്. അതാണ് ആദ്യത്തെ എൻ്റെ പ്രതിഫലവും ആദ്യത്തെ കഥയും.